ഹലോ മൈ ഡിയർ ലവ്സ്, 333 ദ എംപ്രസ് ഓഫ് ടാറോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഒരു പിക്ക് എ പൈൽ റീഡിംഗ് ആണ്. അപ്പോൾ ഇവിടെ 2 കാർഡ്സ് വെച്ചിട്ടുണ്ട്, ദി വീൽ ഓഫ് ഫോർച്യൂൺ ആൻഡ് 2 ഓഫ് കപ്സ്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാർഡ് ചൂസ് ചെയ്തിട്ടാണ് ഇന്നത്തെ റീഡിംഗ് കാണാൻ പോകുന്നത്. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്ന റീഡിംഗ് ടോപ്പിക്ക് നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉള്ള നിങ്ങളുടെ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ 2 കാർഡ്സിൽ ഏതാണ് നിങ്ങൾക്ക് അട്രാക്ഷൻ കൂടുതൽ തോന്നുന്നത്, ഏത് കാർഡിലേക്കാണ് നിങ്ങൾ കൂടുതൽ ആകർഷിക്കപ്പെടുന്നത്, ആ ഒരു കാർഡ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. എന്നിട്ട് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള റിലേഷൻഷിപ്പിൻ്റെ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങിലേക്കായിട്ട് നിങ്ങൾ കാർഡ് ചൂസ് ചെയ്തു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ആദ്യം നമുക്ക് നോക്കാം ദ വീൽ വന്നിട്ടുള്ള കാർഡിൻ്റെ എന്താണ് നിങ്ങൾക്കുള്ള മെസ്സേജ്, യൂണിവേഴ്സൽ മെസ്സേജ് എന്ന് നോക്കാം. നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഉള്ള റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ, യാഥാർത്ഥ്യം എന്താണ് എന്നുള്ളത് നോക്കാം. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ നമുക്ക് നിങ്ങളുടെ പേഴ്സണെ മനസ്സിൽ 3 തവണ അവരുടെ പേര് നിങ്ങളുടെ മൈൻഡിലേക്ക് കൊണ്ടുവരിക. ഒരു പേഴ്സണെ കുറിച്ചുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഓർക്കുക. പേഴ്സണെ കുറിച്ച് വളരെ പോസിറ്റീവായിട്ട് ചിന്തിക്കുക. എന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണുക. ഓക്കെ, കാർഡ്സ് നമുക്ക് നോക്കാം. നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്, ഹാങ്ഡ് മാൻ വന്നിട്ടുണ്ട്, 8 ഓഫ് വാൻഡ്സ്, അടുത്തതായി 10 ഓഫ് സോർഡ്സ്, 6 ഓഫ് സോർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾ, ഡെത്ത്, 2 ഓഫ് വാൻഡ്സ്, 5 of Pentacle, then Fool card. ഇത്രയും കാർഡ്സാണ് വന്നിട്ടുള്ളത്. ടോപ്പായിട്ട് വന്നിട്ടുള്ളത്, ടോപ്പ് ഓഫ് ദ ടെക്ക് വന്നിട്ടുള്ളത് 5 of Swords ആണ്. ഓക്കെ ഡിയേഴ്സ്, ഞാനിവിടെ കാർഡ്സ് ഒന്ന് റീഅറേഞ്ച് ചെയ്ത് വെച്ചു. അതായത് ഈ 2 കാർഡ്സ് ഞാൻ ഈ കാർഡ്സ് നിങ്ങൾക്ക് കാണാവുന്ന രീതിയിലൊന്ന് ആക്കി വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ സെലക്ട് ചെയ്തത് ദി വീൽ എന്ന കാർഡാണ്. അപ്പോൾ ഈ ഒരു സ്പൈൽ സെലക്ട് ചെയ്തിട്ടുള്ളവർക്ക് വന്നിട്ടുള്ള കാർഡ്സാണ്. അപ്പോൾ ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്, നിങ്ങളുടെ എനർജിയുമായിട്ട് കണക്ട് ചെയ്ത് ഉള്ള റീഡിംഗ് ആണ്. അപ്പോൾ ഇതിന് പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമേ നിങ്ങളുടെ ലൈഫിലേക്ക് നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാവുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ ലൈഫിലേക്ക് പോസിബിളി നിങ്ങൾ അട്രാക്റ്റ് ചെയ്യാനിരിക്കരുത്. ഓക്കെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ജനറലിസ്റ്റ് ആണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും കാണാവുന്നതാണ്. നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷനുമായിട്ട് മാച്ചാകുന്ന കാര്യങ്ങൾ മാത്രം എടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്ന കാർഡ്സിൽ വന്നിട്ടുള്ളത് നോക്കിയാൽ ഇവിടെ നിങ്ങളിപ്പോൾ കുറച്ച് വിഷമത്തിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളിലേക്ക് എത്തിച്ചേർന്നതായിട്ടാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഇവിടെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾ വന്നിട്ടുണ്ട്. ഈ ഒരു എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങളിലേക്ക് ഒരു ഓഫറായിട്ട് വന്ന റിലേഷൻഷിപ്പാണ് ഇതെന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് വന്നത് കുറച്ച് സ്ലോ ആയിട്ടൊക്കെ ആയിരിക്കാം. പെട്ടെന്ന് ഒരു ദിവസം ഒരു പക്ഷേ കുറച്ച് എനർജി കാണുന്നുണ്ട്, പെട്ടെന്ന് നിങ്ങളിലേക്ക് ഒരു അട്രാക്ഷൻ തോന്നി വന്നതായിട്ട് കാണുന്നുണ്ട്. എങ്കിലും കൂടുതൽ ആൾക്കാരുടെയും ഒരു എനർജി കാണുന്നത് ഇവിടെ സ്ലോ ആയിട്ട് കുറച്ച് സമയമെടുത്ത് തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിയതായിട്ടാണ് കാണുന്നത്. നിങ്ങളിലേക്ക് വന്നൊരു ഓഫറായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങൾ അങ്ങോട്ട് പോയതായിട്ടല്ല കാണുന്നത്. ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് ഒരു ഓഫറുമായിട്ട്, എനിക്ക് ഇങ്ങനെ ഒരു സ്നേഹം നിങ്ങളോടുണ്ട്, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിലേഷൻഷിപ്പിന് ഞാൻ ആഗ്രഹിക്കുന്ന കാര്യവുമായിട്ട് ആ ഒരു വ്യക്തി നിങ്ങളെ അപ്രോച്ച് ചെയ്തതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ ആ ഒരു വ്യക്തി എങ്കിൽ വന്നിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ വളരെ അട്രാക്റ്റഡ് ആയിട്ട് വളരെ
എന്തായാലും നിങ്ങളെ ഈ റിലേഷൻഷിപ്പിലേക്ക് കൺവിൻസ് ചെയ്ത് അവരിലേക്ക് നിങ്ങളെ ആകർഷിക്കണം, അല്ലെങ്കിൽ അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ എൻട്രി ചെയ്യിക്കും എന്നുള്ള ഒരു തീരുമാനത്തോടു കൂടി തന്നെയാണ് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിയത്. അതായത് ആ ഒരു വ്യക്തി എത്തിക്കഴിഞ്ഞ് നിങ്ങളോട് പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, നിങ്ങളെ പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നിങ്ങളോട് അവരുടെ സ്നേഹം അല്ലെങ്കിൽ ആ ഒരു ഇഷ്ടം നിങ്ങളോട് വെളിപ്പെടുത്തി കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും അവരിലേക്ക് തിരിച്ച് നോ പറയില്ല. തിരിച്ച് അവരോട് നോ പറയില്ല എന്നുള്ളൊരു ഉറപ്പ് അവർ അങ്ങനെ ഒരു കൺഫേം ആയിട്ട് അങ്ങനെ ഒരു അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടാണ് നിങ്ങളോട് ആ ഒരു വ്യക്തി ഈ ഒരു ഓഫർ അവരുടെ മനസ്സിലുള്ള കാര്യം പറഞ്ഞിട്ടുള്ളത് എന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളുടെ അടുത്ത് വന്നപ്പോൾ നിങ്ങൾ ആദ്യമൊക്കെ കുറച്ച് ഡീപ്പായിട്ട് ചിന്തിക്കുകയൊക്കെ ചെയ്തു, ഇത് എനിക്ക് പറ്റിയതായിരിക്കുമോ, അല്ലെങ്കിൽ ഞാൻ ഈ ഓഫർ സ്വീകരിക്കണമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ നിങ്ങളിൽ നന്നായിട്ടുണ്ടായിരുന്നു. ആ ഒരു ടൈം നിങ്ങൾ ഇതിന് പ്രത്യേകിച്ച് കുറച്ച് ടൈം എടുത്തതായിട്ട് കാണുന്നുണ്ട്. അതായത് സ്പോണ്ടേനിയസ് ആയിട്ട് ആ ഒരു വ്യക്തി നിങ്ങൾക്ക് ഒരു ഓഫറുമായി വന്ന ഉടനെ തന്നെ നിങ്ങൾ ചാടി പുറപ്പെട്ട് അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടൊരു റിപ്ലൈ കൊടുക്കുകയോ അല്ലെങ്കിൽ അതിന് ഉടനെ തന്നെ ഓക്കെ പറയുകയായിട്ട് ഉള്ളതായിട്ട് ഇവിടെ കാണുന്നില്ല. നിങ്ങൾ എന്തായാലും കുറച്ച് ഡീപ്പായിട്ട് തന്നെ ആലോചിച്ച് തീരുമാനിച്ചിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ തീരുമാനിച്ച് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ഈ ഒരു വ്യക്തി ഓക്കെ ആണ്, അങ്ങനെയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വർക്കൗട്ട് ചെയ്ത് നോക്കാം, അതിനകത്ത് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്നുള്ളൊരു തീരുമാനം നിങ്ങളെടുത്തത് തന്നെ കുറച്ച് ആലോചിച്ച് തീരുമാനിച്ചാണ് നിങ്ങളെടുത്തത്. നിങ്ങളതിൻ്റെ പോസിറ്റീവ്സ് ആൻഡ് നെഗറ്റീവ്സ് ഒക്കെ ചിന്തിച്ച് വരായ്കളിലൊക്കെ ചിന്തിച്ചിട്ടാണ്, അല്ലെങ്കിൽ ഫ്യൂച്ചർ എന്താകും എന്നൊക്കെയുള്ളൊരു ഡീപ്പായിട്ട് തന്നെ ചിന്തിച്ചിട്ടാണ് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഓക്കെ പറഞ്ഞത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്തത് എന്നിവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു കമ്മ്യൂണിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിയപ്പോൾ നിങ്ങൾ കുറച്ച് ചിന്തിച്ചതായിട്ടാണ്, സമയമെടുത്തു, ആലോചിച്ചു, എന്നിട്ടാണ് യെസ് പറഞ്ഞത്, ഓക്കെ പറഞ്ഞത് എന്നിവിടെ കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളിത് ഒരു മാരേജ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഒരു ലവ് റിലേഷൻഷിപ്പ് ആയിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും അതിന് ഓക്കെ പറഞ്ഞ് ആ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് സമയമെടുത്ത് ആലോചിച്ചിട്ട് തന്നെയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ട് തന്നെ കുറച്ച് നാളുകളായി അല്ലെങ്കിൽ കുറച്ച് മാസങ്ങളായി, ചിലർക്കിത് കുറച്ച് വർഷങ്ങൾ തന്നെ ആയതായിട്ട് കാണുന്നുണ്ട്. ഒരു മാരേജ് റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഇവിടെ കുറച്ച് കാലപ്പഴക്കമൊക്കെ വന്നിട്ടുള്ള കുറച്ച് വർഷങ്ങളൊക്കെ എടുത്തിട്ടുള്ള ഒരു ബന്ധമായിട്ടാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ എന്ത് തന്നെയാണെങ്കിലും നിങ്ങളുടെ സ്റ്റാർട്ടിങ്ങിൽ ഇത് വളരെ സ്ലോ ആയിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് ഹറിബറിയായിട്ട് പെട്ടെന്ന് ചാടി എടുത്തൊരു തീരുമാനത്തിൻ്റെ പുറത്തല്ല ഈ ഒരു ബന്ധം സ്റ്റാർട്ട് ചെയ്തത്. വളരെ സ്ലോ ആയിട്ട് വളരെ നല്ല രീതിയിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. രണ്ടുപേരും തീരുമാനിച്ച് ആലോചിച്ചെടുത്ത ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ഒരു തീരുമാനത്തിൻ്റെ അനന്തര ഫലമായിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് എന്നിവിടെ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ, ഇപ്പോൾ ഇവിടെ കാണുന്ന ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥയാണല്ലോ നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ എന്താണെന്ന് നോക്കിയാൽ ഇവിടെ 10 ഓഫ് സോർട്സ് ആണ് കാണുന്നത്. അതായത് ഈ ഒരു ബന്ധത്തിൽ ഇപ്പം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ ആ വ്യക്തിയിൽ നിന്ന് ഒരുപാട് അനുഭവിക്കുന്നതായിട്ടോ അല്ലെങ്കിൽ ഒത്തിരി നെഗറ്റീവ് സിറ്റുവേഷനിലൂടെ നിങ്ങൾ കടന്നുപോയി, നിങ്ങൾ ആ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു അവരുമായിട്ട് റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന വ്യക്തികളിൽ നിന്ന്, ഒരുപക്ഷെ ഫാമിലി ആകാം, അതല്ലെങ്കിൽ അവരുടെ ഫ്രണ്ട്സ്, അങ്ങനെ ആരിൽ നിന്നൊക്കെയോ ഒരുപാട് വിഷമങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ നിങ്ങൾ മെൻ്റലി നിങ്ങൾക്ക് വളരെ ടോർച്ചറിങ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ വളരെ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ ഫെഡപ്പ് ആകുക എന്നൊക്കെ പറയില്ലേ, നിങ്ങൾക്കൊരു ഇമോഷണലി പോലും ഒരു സപ്പോർട്ട് ലഭിക്കാതെ ഇരിക്കുന്ന ഒരവസ്ഥ. അപ്പോൾ നിങ്ങൾ വീണു പോയാലൊന്ന് കൈപിടിച്ചുയർത്താൻ പോലും ആരുമില്ലാത്തൊരവസ്ഥയിലൂടെയൊക്കെയാണ് നിങ്ങളിപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തെ ഒരു ബന്ധത്തിൻ്റെ ഒരു വൈകാരികമായിട്ടുള്ള ഒരു സ്നേഹമോ ഇതൊന്നും ഇപ്പം നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുന്നില്ല എന്ന് ഇവിടെ കാണാൻ കഴിയുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ചില സമയം ഈ ഒരു ബന്ധത്തിൽ നിന്ന് ദൂരേക്ക് പോകണം, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് ഇനി ഇവിടെ എൻഡ് ചെയ്യണം, എനിക്ക് ഇമോഷണലി സ്റ്റേബിൾ ആകണം, എനിക്കിതിൽ നിന്നൊക്കെ ഈ ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഈ ഒരു സമയത്തിൽ നിന്നൊക്കെ എനിക്ക് മുന്നോട്ട് എൻ്റെ ജീവിതത്തിൽ മുന്നോട്ട് എനിക്ക് പോകണം എന്നൊക്കെ നിങ്ങൾ പലപ്പോഴും വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ മാനസികമായിട്ട് നിങ്ങൾ അങ്ങനെ മൈൻഡ് കൊണ്ട് ട്രാവൽ ചെയ്യാമെന്ന് പറയില്ലേ, അപ്പം അങ്ങനെയൊക്കെ നിങ്ങൾ ഡ്രീം ചെയ്യുന്നുണ്ട്, എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് ദൂരേക്ക് പോകണം എന്നൊക്കെയുള്ള ഒരു കാര്യം നിങ്ങളിവിടെ ചിന്തിക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. 6 ഓഫ് സോർഡ്സ് ആണ്. അപ്പം നിങ്ങൾ
നിങ്ങൾ മാനസികമായിട്ട് തന്നെ ഇപ്പോഴേ അതിന് റെഡിയായിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ മാനസികമായിട്ട് ഇപ്പോൾ നിങ്ങളിത് കാണുമ്പോൾ തന്നെ നിങ്ങളത് അങ്ങനെ മാനസികമായിട്ട് അവരിൽ നിന്ന് അകന്നു പോകുന്നു, അല്ലെങ്കിൽ ദൂരെ പോകുകയും സ്വസ്ഥമായിട്ട് ജീവിക്കുന്നുണ്ട് എന്നുള്ളതൊക്കെ നിങ്ങൾ കാണുന്നുണ്ട്. ഒരു പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവർ മാരീഡ് ലൈഫിലാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ കുട്ടികളുമായിട്ടൊക്കെ ഇവരിൽ നിന്ന് ദൂരേക്ക് പോകണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്തേക്ക് നിങ്ങൾക്ക് മൂവ് ഓൺ ആയി പോകണം, അവിടെ പോയി സ്വസ്ഥതയും സമാധാനത്തോടും കൂടി നല്ലൊരു ജീവിതം ജീവിക്കണം എന്നൊക്കെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 2 ഓഫ് പെൻറ്റക്കിളിൻ്റെ എനർജി വന്നിരിക്കുന്നു. 2 ഓഫ് പെൻറ്റക്കിൾ എനർജി കാണിക്കുന്നത് തന്നെ നിങ്ങളിപ്പോൾ ഒരു ജഗ്ലിംഗ് സ്റ്റേജിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പം നിങ്ങൾക്ക് ഒരു റിലേഷൻഷിപ്പിൽ വളരെ നല്ലൊരു സ്നേഹം അല്ലെങ്കിൽ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. പക്ഷേ അതേസമയം നിങ്ങൾ പലതരത്തിലും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ട് വളരെയധികം സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടും, അതായത് ഇമോഷണലി ഒക്കെ ഒരുപാട് സ്ട്രഗിൾ ചെയ്യേണ്ടതായിട്ടും, ആ ഒരു ഇമോഷണൽ അല്ലെങ്കിൽ വൈകാരികമായിട്ടുള്ള ഒരു ഒരു ബന്ധം, ഒരു സ്നേഹം, അതൊക്കെ ഇപ്പോൾ ആൾ നിങ്ങളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ആ ഒരു രീതിയിലൊക്കെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു സ്നേഹം അല്ലെങ്കിൽ ആ ഒരു കെയറിങ്, ആ ഒരു സപ്പോർട്ടൊക്കെ കിട്ടാതെ ഇരിക്കുമ്പോൾ ഇത് മുന്നോട്ട് കൊണ്ടുപോകണമോ, അല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ച നിലയിലുള്ള ഒരു ജീവിതമാണോ ഈ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് അല്ലെങ്കിൽ ലഭിച്ചുകൊണ്ടിരിക്കുന്നതെന്നൊക്കെയുള്ള സംശയത്താൽ നിങ്ങൾ ഇമോഷണലി വളരെ എന്ത് ഡിസിഷൻ എടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉള്ളതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചില വ്യക്തികൾ പണത്തിൻ്റെ ബേസിൽ, അതായത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയുടെ കാര്യത്തിലൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ അത്ര പ്രോമിസിങ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി ഒന്നും ലഭിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ അവർ നടപ്പാക്കി തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ ചുവടെടുത്ത് വെക്കുന്നതിന് മുമ്പ് ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ആൾ നിങ്ങളോട് ഓഫേഴ്സൊക്കെ ഒരുപാട് പ്രോമിസിങ് ആയിട്ടുള്ള ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് തന്നിട്ടുണ്ടാകും. പക്ഷേ ഇപ്പോൾ ആ ഒരു വ്യക്തി ആ ഒരു ഓഫേഴ്സൊക്കെ ഓർക്കുന്ന കൂടി ഇല്ലാത്ത അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ അതൊക്കെ നിങ്ങളെ മാനസികമായിട്ടും വളരെ അസ്വസ്ഥമാക്കുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടാണ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളതായിട്ട് കാണുന്നത്. അപ്പോൾ പലർക്കും ഇവിടെ ഒരു ഡെത്ത് കാർഡ് കാണുന്നുണ്ട്. അതായത് നെഗറ്റിവിറ്റി നല്ല രീതിയിൽ ആ ഒരു പേഴ്സണിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണിൻ്റെ സറൗണ്ടിങ്സിൽ നിന്ന്, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് വ്യക്തികളിൽ നിന്നൊക്കെ ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും ഈ ഒരു ഇപ്പോഴുള്ളതായ മുൻപ് ഉണ്ടായിരുന്ന അത്രയും ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻഷിപ്പിൽ ഇപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു ഇമ്പാക്റ്റ്, അല്ലെങ്കിൽ ഒരു പക്ഷേ മറ്റുള്ളവരുടെ അസൂയാവഹമായ നോട്ടം, അതല്ലെങ്കിൽ ദൃഷ്ടി, അങ്ങനെയൊക്കെ പറ്റുക എന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ഒരു നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് നല്ല രീതിയിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. പലരും ഈ ഒരു റിലേഷൻഷിപ്പ് എൻഡ് ചെയ്യാൻ, അവസാനിപ്പിക്കാനാണ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ അത് ഒരു പക്ഷേ നിങ്ങൾ ഇത് അവസാനിപ്പിച്ച് പോകുന്നതിന് പകരം ഒരു പക്ഷേ താൽക്കാലികമായിട്ട് ഈ ഒരു വ്യക്തിയിൽ നിന്ന് മാറി നിൽക്കാം, അതല്ലെങ്കിൽ ആ മാറി നിന്ന് കഴിഞ്ഞാൽ ഒരു മാറ്റം ഉണ്ടാകും എന്നൊക്കെ ചിന്തിക്കുന്ന വ്യക്തികളെയും ഈ ഒരു റീഡിങ്ങിൽ കാണാൻ സാധിക്കുന്നുണ്ട്, മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ ഒരു വെയിറ്റിംഗ് എനർജിയിലുള്ള ആൾക്കാരെ ഇവിടെ കാണാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു സിറ്റുവേഷനൊക്കെ മാറി വരും, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തിയിൽ പരിവർത്തനങ്ങൾ സംഭവിക്കും, നിങ്ങളെ കൂടുതൽ മനസ്സിലാക്കും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നല്ലൊരു മാറ്റം സംഭവിക്കും, അതിനുള്ള വ്യക്തികൾ അല്ലെങ്കിൽ അവസരങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരും. അങ്ങനെ ഒരു ട്രാൻസ്ഫോർമേഷൻ, ഡെത്ത് കാർഡും 2 ഓഫ് വാണ്ട്സും കൂടെ വന്നപ്പോൾ ആ ഒരു ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. പലരും ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ ലൈഫിൽ ഒരു ട്രാൻസ്ഫോർമേഷൻ നടക്കണം, അതായത് ഇപ്പോഴത്തെ അവസ്ഥ എൻഡായിട്ട് പുതിയ പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞൊരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് മുന്നോട്ട് പോകണം എന്നുള്ള ഒരു അവസ്ഥ നിങ്ങൾ കാണുന്നുണ്ട്, സ്വപ്നം കാണുന്നുണ്ട്. പലരും ഈ ഒരു വ്യക്തി, നിങ്ങളുടെ പേഴ്സൺ, ഒരു പക്ഷേ ഇവിടെ നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് എനർജി കാണുന്നുണ്ട്, 5 ഓഫ് സോർട്സ്. അപ്പോൾ ഇത് എല്ലാവർക്കും വേണ്ടിയിട്ടുള്ളതല്ല, നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന എടുക്കുക. അപ്പോൾ നിങ്ങളുടെ പേഴ്സൺ ഒരു പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് വന്ന സമയത്തുള്ള ഒരു വ്യക്തിയായിട്ടല്ല നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നത്. ആ ഒരു വ്യക്തി ഇപ്പം മറ്റു പല കാര്യങ്ങളിലും വളരെ അട്രാക്റ്റഡ് ആയിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വളരെ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്ന ആ ഒരു റിലേഷൻഷിപ്പിനിടയിൽ ആ ഒരു വ്യക്തിക്ക് മറ്റു പല കാര്യങ്ങളിലേക്കും, അല്ലെങ്കിൽ മറ്റു പേഴ്സൺസ്, അല്ലെങ്കിൽ പുതിയ കാര്യങ്ങളോടൊക്കെ താല്പര്യമുണ്ടാകുക, അങ്ങനെ ആ ഒരു കാര്യത്തിലേക്കൊക്കെ നോക്കിക്കാണുക, അല്ലെങ്കിൽ അവരിലേക്കൊക്കെ പോകുക, അങ്ങനെയുള്ള ഒരു ബന്ധത്തിലേക്കൊക്കെ പോകുന്നതായിട്ടോ അല്ലെങ്കിൽ പോയതായിട്ടോ ആ ഒരു നെഗറ്റിവിറ്റിയും നിങ്ങളെ ബാധിച്ചതായിട്ടും, നിങ്ങൾ വളരെ ആ കാര്യങ്ങൾ ഓർത്ത്, അല്ലെങ്കിൽ അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കിയിട്ടും നിങ്ങൾ വളരെ സ്ട്രെസ്ഡായിട്ട് നിങ്ങളുടെ ഹൃദയം നുറുങ്ങുന്ന ഒരു വേദന എന്നൊക്കെ പറയില്ലേ, അപ്പോൾ അത്രയും
അത്രയും ഡീപ്പായിട്ട് നിങ്ങളിൽ മുറിവുകൾ ഉണ്ടാക്കുന്ന ഒരു രീതിയിൽ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി നിങ്ങളോട് പെരുമാറുക, അങ്ങനെയൊക്കെ ഉണ്ടായതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അത്രയും വിഷമിച്ച് വീണു പോയ അവസ്ഥയിലൂടെ കടന്നു പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ഒരു വ്യക്തി ഒരുപക്ഷെ നിങ്ങളുമായിട്ട് ഉള്ള ഈ ഒരു പേഴ്സൻ്റെ ഒരു ഡിസ്റ്റൻസ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയ്ക്ക് കാരണം അവർ മറ്റു പല കാര്യങ്ങളിലേക്കും അട്രാക്റ്റഡ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ഒരുപക്ഷെ ഇവർ ഇപ്പോൾ കാണുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് വേറൊരു വ്യക്തി വരുന്നു അല്ലെങ്കിൽ വന്നു എന്നുള്ളത് കാണുമ്പോൾ നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ആ ഒരു വ്യക്തിയിലേക്ക് അട്രാക്റ്റഡ് ആയത് ഡീപ്പായിട്ട് അനലൈസ് ചെയ്യാതെയാണ് ആ ഒരു കാര്യത്തിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയിലേക്കൊക്കെ ഇവർ അട്രാക്റ്റഡ് ആയതെന്ന് കാണാം. കാരണം അവർ കൂടുതൽ ചിന്തിച്ചിട്ടുണ്ട്, നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്താകുമെന്നൊക്കെ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അവർക്ക് അതിനേക്കാൾ ഉപരി ഒരു അട്രാക്ഷൻ്റെ പുറത്ത് ഒരു ഡീപ്പായിട്ടുള്ള കണക്ഷൻ ആണോ എന്ന് ചോദിച്ചാൽ അങ്ങനെ പറയാൻ സാധിക്കില്ല. ഏതോ ഒരു പ്രതീക്ഷ നിങ്ങളിൽ നിന്ന് ഉള്ളതിനേക്കാൾ വേറെ എന്തൊക്കെയോ പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ സഫലമാകും എന്നൊക്കെയുള്ളൊരു കാരണം കൊണ്ട് ആ ഒരു വ്യക്തി അവരിലേക്കൊന്ന് അട്രാക്റ്റഡ് ആയിരിക്കുകയാണ്. ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള ഒരു ഭംഗി എന്നുള്ള നിലയിൽ ഒരുപക്ഷെ ആ ഒരു വ്യക്തിയുമായിട്ട് ഡീപ്പായിട്ടുള്ള കണക്ഷനിലേക്ക് അവർ വരുമ്പോൾ വളരെ കാർമികമാകാനുള്ള ചാൻസും ഉള്ളതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അവർക്ക് കാണുന്നത് അവർ വളരെ ആ ഒരു എക്സ്റ്റേണൽ ബ്യൂട്ടി, അല്ലെങ്കിൽ അവരെ കൂടുതൽ മനസ്സിലാക്കാതെയുള്ള ഒരു അട്രാക്ഷൻ, ആ വ്യക്തിയിലേക്ക് പോകണം എന്നൊക്കെയുള്ള ആഗ്രഹം, അതിൻ്റെ പുറത്തൊക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു എനർജി കോൺഫ്ലിക്റ്റ് ഒക്കെ നടക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു പേഴ്സൺ, നിങ്ങൾ രണ്ടുപേരും യഥാർത്ഥത്തിൽ പറയുകയാണെങ്കിൽ രണ്ടുപേർക്കും വിഷമങ്ങളുണ്ട്. ഓക്കെ, ഇവിടെ കൂടുതലും നിങ്ങളാണ് ഈ ഒരു പേഴ്സണിൻ്റെ പുറകെ നടക്കുന്നതായിട്ട് കാണുന്നത്. ഒരുപക്ഷെ നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൂടുതൽ ബെഗ് ചെയ്യുന്നതായിട്ടോ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിക്ക് പുറകെ നടന്ന് കൂടുതലായിട്ട് നിങ്ങൾ ആ വ്യക്തിയോട് ചേർന്ന് നിൽക്കാനായിട്ട് ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, പക്ഷേ ഇവിടെ ആ ഒരു വ്യക്തി ചില സമയത്തൊക്കെ നിങ്ങളെ അവോയ്ഡ് ചെയ്യാനായിട്ടാണ് ശ്രമിക്കുന്നതെന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ഒരു ഫിനാൻഷ്യൽ സ്ട്രഗിളിൻ്റെയൊക്കെ ഒരു കാർഡ് വന്നിട്ടുണ്ട്. 5 ഓഫ് പെൻറ്റക്കിൾ അതാണ് സൂചിപ്പിക്കുന്നത്, ഫിനാൻഷ്യലി. അതുപോലെ തന്നെ ഹെൽത്ത് വൈസ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് എന്തെങ്കിലും ഹെൽത്ത് വൈസ് ഉള്ള ഇഷ്യൂസ് ഒരു പക്ഷേ. അപ്പോൾ എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ന്യൂ സ്റ്റാർട്ട് എന്തായാലും കാണുന്നുണ്ട്. ഫുൾ കാർഡാണ്. എന്തായാലും നിങ്ങളുടെ കമ്പാനിയൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പേഴ്സൺ ഒരു എടുത്തുചാട്ടം, ഇവിടെ ഞാൻ ഓൾറെഡി പറഞ്ഞു, 2 ഓഫ് വാൻസിനകത്ത് ആ ഒരു വ്യക്തിക്ക് എന്തോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ അക്കരപ്പച്ച എന്ന് തോന്നുന്ന പോലെ എന്തോ ഒരു കാര്യത്തിലേക്ക് ഒരു വ്യക്തിയിലേക്കോ ഒരു പേഴ്സണിലേക്കോ അല്ലെങ്കിൽ ഒരു മറ്റ് ഈ ഒരു സ്ഥലം വിട്ട് നിങ്ങളെയൊക്കെ വിട്ട് ദൂരേക്ക് പോകണം, അങ്ങനെ എന്തൊക്കെയോ ഒരു പ്ലാനിങ്സോ അങ്ങനെ കാര്യങ്ങളോ ഒക്കെ ആൾ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു പ്ലാനിങ് ചെയ്യുന്നത് നല്ല കാര്യത്തിനാണോ വേണ്ടിയോ എന്നുള്ളത് ആ ഒരു വ്യക്തിക്ക് ഒറ്റയ്ക്ക് ഡിസൈഡ് ചെയ്യാനും പറ്റുന്നില്ല, തീരുമാനിക്കാനും പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ നിങ്ങൾക്കൊരു റീയൂണിയൻ എന്തായാലും പോസിബിളാണ്. കാരണം ഈ ബന്ധത്തിൻ്റെ സത്യാവസ്ഥ ഇപ്പോൾ ഇതൊക്കെയാണ്. പക്ഷേ നിങ്ങളും ചില സമയത്ത് ഈ ഒരു പേഴ്സണിൽ നിന്ന് അകന്ന് പോകണം, അല്ലെങ്കിൽ എല്ലാം വിട്ടെറിഞ്ഞ് ഇവരിൽ നിന്ന് അകന്ന് പോകണം എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾ ഡീപ്പായിട്ട് ആ വ്യക്തിയെ സ്നേഹിക്കുന്നുമുണ്ട്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു ന്യൂ സ്റ്റാർട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവിടെ എന്ത് തന്നെയാണെങ്കിലും, നിങ്ങളാണെങ്കിലും നിങ്ങളുടെ പേഴ്സൺ ആണെങ്കിലും, നിങ്ങൾ ആലോചിക്കാതെ ചിന്തിക്കാതെ ഒന്നും ഒരു റിസ്കിലേക്ക് എടുത്ത് ചാടാതിരിക്കുക എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. എന്തായാലും നിങ്ങൾക്ക് ഒരു വ്യക്തി എന്തായാലും മേജറായിട്ട് ഡിസിഷൻ തീരുമാനം എടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് സൈലൻ്റ് ആയിട്ട് നിന്ന് ആ ഒരു വ്യക്തിയെ സപ്പോർട്ട് ചെയ്യുക. അതായത് ഇപ്പോൾ നല്ലൊരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ആണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ്റെ ഒരു കുഴപ്പമുണ്ട്. പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നല്ല പ്രോപ്പർ കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. നിങ്ങൾക്ക് പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ആ വ്യക്തിയിൽ നിന്ന് ക്ലാരിറ്റി ലഭിക്കുന്നില്ല. അപ്പോൾ നിങ്ങൾ പലതും ചോദിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആ വ്യക്തിയുടെ അഭിപ്രായങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ അറിഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആ ഒരു വ്യക്തി നിങ്ങളോട് നല്ല രീതിയിൽ റെസ്പോണ്ട് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ വളരെ ഡീപ്പായിട്ട് വിഷമിക്കുന്ന അവസ്ഥയിലാണ്. ഡീപ്പായിട്ട് മുറിവേറ്റ ഒരു ആളെ പോലെ മാനസികമായിട്ടും ഒക്കെ എല്ലാ രീതിയിലും
നല്ല മുറിവേറ്റ് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളിവിടെ ഹീൽ ചെയ്യേണ്ട ആവശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ആ ഒരു വ്യക്തിയെക്കാളും നിങ്ങളുടെ ഹീലിങ്സിന് നിങ്ങളെ സ്വയം ഹീൽ ചെയ്യാനായിട്ടുള്ള ശ്രമങ്ങൾ നടത്തുക. അപ്പോൾ ഹോപ്പോനോപോനോയൊക്കെ മെഡിറ്റേഷൻ, ആ ഒരു മെഡിറ്റേഷനൊക്കെ നിങ്ങളുടെ റിലേഷൻഷിപ്പും ആയിട്ട് കണക്ട് ചെയ്ത് നിങ്ങൾ ആ ഒരു ഡീപ്പ് ഹീലിങ്ങിന് വേണ്ടി മെഡിറ്റേഷനൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇപ്പോൾ കുറച്ച് നാളേക്ക് നിങ്ങൾ സൈലൻ്റ് ആയിട്ട് നിൽക്കുക. പക്ഷേ ആൾക്കൊരു സപ്പോർട്ട് കൊടുക്കുക. ആൾ റിസ്കിലൊന്നും പോയി ചാടാതെ നോക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു സൈലൻറ്റ് സപ്പോർട്ടറായിട്ട് കൂടെ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്തായാലും ആ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വളരെ സ്നേഹമൊക്കെ ഉണ്ട്. പക്ഷേ എന്തോ ഒരു അട്രാക്ഷൻ അല്ലെങ്കിൽ എന്തോ ഒരു ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നിങ്ങളിൽ നിന്നും എന്തൊക്കെയോ പ്രതീക്ഷിക്കുന്നതൊന്നും ആൾക്ക് കിട്ടുന്നില്ല. അതായത് ഇമോഷണലായിട്ടോ എന്തൊക്കെയോ രീതിയിൽ നിങ്ങളിൽ നിന്ന് ഒരു അകൽച്ച ആൾക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ഒരു വ്യക്തി ചില റിസ്ക്കൊക്കെ എടുക്കാൻ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷെ ആ റിസ്ക് എടുക്കാൻ പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ആ റിസ്ക് നല്ലതിന് വേണ്ടിയിട്ടാണോ എന്നുള്ളത് സംശയമാണ്. കാരണം നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ, നെഗറ്റീവ് സിറ്റുവേഷൻസ് ആണ്. നല്ലൊരു രീതിയിലേക്ക് പോകാനായിട്ടുള്ള ചാൻസ് കാണുന്നില്ല. ആ ഒരു റിലേഷൻ അല്ലെങ്കിൽ ആ ഒരു ബന്ധം നല്ലൊരു രീതിയിലേക്ക് പോകാനുള്ളതായിട്ട് കാണുന്നില്ല. ആ വ്യക്തിക്കും നിങ്ങൾക്കും അവിടെ ഒരു ഗ്രോത്തോ ഒന്നും കിട്ടുന്നതായിട്ട് കാണുന്നില്ല. ആ വ്യക്തിക്കാണെങ്കിലും പ്രശ്നങ്ങൾ കൂടുന്നതായിട്ടാണ് കാണുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയാണെങ്കിൽ. കാരണം ഇവിടെ നിങ്ങളെ ചിലപ്പോൾ ഒരു ചീറ്റ് ചെയ്ത ആ ഒരു എനർജി ആളിലേക്കും തിരിച്ച് വരാനായിട്ടുള്ള ചാൻസ് ഇവിടെ കാണുന്നുണ്ട്. ഓക്കെ, അപ്പം നിങ്ങളിവിടെ റിലേഷൻഷിപ്പ് തീർച്ചയായിട്ടും ഒരു റീസ്റ്റാർട്ട്, ഒരു ട്രാൻസ്ഫോർമേഷൻ, റീസ്റ്റാർട്ടൊക്കെ നടക്കുന്നതാണ്. അപ്പം നിങ്ങൾ അതിന് വേണ്ടിയിട്ട് നല്ല രീതിയിൽ ആൾക്കൊരു സപ്പോർട്ടീവായിട്ട് നിൽക്കുക. എങ്കിൽ നിങ്ങൾ വളരെ മാനസികമായിട്ടൊക്കെ ഹീൽ ചെയ്ത് നിങ്ങൾ വളരെ പ്യുവറായിട്ടുള്ളൊരു സോളാകാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതാണ്. ആ ഒരു കാര്യങ്ങളൊക്കെ യഥാർത്ഥം, സത്യാവസ്ഥയൊക്കെ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങളുടെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു റിയൂണിയനൊക്കെ സംഭവിക്കട്ടെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്തായാലും ഇവിടെ നല്ലൊരു ഈ ഒരു വ്യക്തിയെ കാണുന്ന പോലെ, ഈ ഒരു ലേഡി കാണുന്ന പോലെ നിങ്ങൾക്ക് എന്തായാലും ഈ ഒരു റിലേഷൻഷിപ്പ് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇതൊരു ഹീലിംഗ് ഒക്കെ കൊടുത്ത് നിങ്ങളിത് റീസ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് വളരെ രണ്ടു പേർക്കും വളരെ ഫിനാൻഷ്യലി എല്ലാ രീതിയിലും നല്ല ഫ്രീഡം ആയിട്ടുള്ള നല്ലൊരു ലൈഫ് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, സന്തോഷവും സമാധാനവും ഒക്കെ നിറഞ്ഞ, സമ്പൽ സമൃദ്ധിയൊക്കെ നിറഞ്ഞ നല്ലൊരു ലൈഫ് നിങ്ങളെ വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ ഒരു റിയൂണിയൻ ഉണ്ടാകട്ടെ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇട്ടുപോകേണ്ട അവസ്ഥയൊന്നും ഇതിനകത്ത് വന്നിട്ടില്ല. എല്ലാ റിലേഷൻഷിപ്പിലും എപ്പോഴും ഒരേ സ്റ്റെബിലിറ്റിയോടുകൂടി ആയിരിക്കില്ല പോകുന്നത്. കുറച്ച് അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ വരുമ്പോഴാണ് ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ യഥാർത്ഥത്തിലുള്ള മാധുര്യം നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങൾ പരസ്പരം സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇത് കണ്ടിന്യൂ ചെയ്ത് മുന്നോട്ട് നല്ല രീതിയിൽ തന്നെ പോകുന്നതായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇതിനകത്തുള്ള പോസിറ്റീവായിട്ടുള്ള എനർജീസ് അട്രാക്റ്റ് ചെയ്യുക, ക്ലെയിം ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. അതുപോലെ പേഴ്സണൽ റീഡിംഗ് ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. കരിയർ, റിലേഷൻഷിപ്പ്, ഫിനാൻസ്, സാമ്പത്തികം, അങ്ങനെ എന്ത് കാര്യത്തിനും, പാസ്റ്റ് ലൈഫ്, ഫ്യൂച്ചർ, എന്ത് കാര്യത്തിനും, ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് കാര്യത്തിനും നിങ്ങൾക്ക് ഗൈഡൻസ് എടുക്കാവുന്നതാണ് ത്രൂ ടാറോ. വ്യക്തമായിട്ടുള്ള ഗൈഡൻസും റെമഡീസും ഒക്കെ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് സെക്കൻഡ് പൈലായിട്ടുള്ള 2 of കപ്സ് ചൂസ് ചെയ്ത ആൾക്കാരുടെ റീഡിംഗ് ആണ് നോക്കുന്നത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ബന്ധത്തിൻ്റെ സത്യാവസ്ഥ എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്, ജനറൽലെസ് ആണ്, സ്ത്രീ പുരുഷ ഭേദമന്യേ ആർക്കും കാണാവുന്ന റീഡിംഗ് ആണ്, കളക്റ്റീവ് റീഡിംഗ് ആണ്. എല്ലാവരുടെയും എനർജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളൊരു റീഡിംഗ് ആയതുകൊണ്ട് തന്നെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രം എടുക്കുക. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം നിങ്ങൾ എടുക്കുക. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ഒരു റീഡിംഗ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണെ 3 തവണ നിങ്ങളുടെ പേഴ്സൻ്റെ പേര് മനസ്സിൽ പറയുക. എന്നിട്ട് പോസിറ്റീവായിട്ട് മാത്രം ഇരുന്ന് ഈ ഒരു റീഡിംഗ് കാണുക. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക, 3 തവണ മനസ്സിൽ പേര് പറയുക നിങ്ങളുടെ വ്യക്തിയുടെ. എന്നിട്ട് ഈ ഒരു റീഡിംഗ് കാണാൻ ശ്രമിക്കുക. 2 of കപ്സ് ആണ്. ആദ്യം തന്നെ നല്ലൊരു സൈനാണ് കാണുന്നത്. ഓക്കെ, നൈറ്റ് ഓഫ് സോർഡ്സ്, 9 of swords,
5 of Pentacle, 3 of Pentacle, 9 of Pentacle, 3 of Wands, 6 of Pentacle, Knight of Cups, Justice. ഓക്കെ, ഈ ഒരു റിലേഷൻഷിപ്പ് കിങ് ഓഫ് കപ്സ് ആണ് ടോപ്പ് ഓഫ് ദി ഡെക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു റിലേഷൻഷിപ്പ് നമുക്ക് നല്ല പ്രോമിസിങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. ഓക്കെ, ബിക്കോസ് ജസ്റ്റിസ് എന്ന് പറയുന്ന കാർഡ് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തായാലും ഒരു ജസ്റ്റിസ് ലഭിക്കുന്ന റിലേഷൻഷിപ്പ് തന്നെയാണിത്. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു ജസ്റ്റിസോട് കൂട്ടിയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇവിടെ ഈ ഒരു റിലേഷൻഷിപ്പ് എൻ്റെ സത്യാവസ്ഥ നോക്കുകയാണെങ്കിൽ ഇതൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങളും നിങ്ങളുടെ ലവറുമായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ, അതിപ്പോൾ നിങ്ങളുടെ ഹസ്ബൻഡ് വൈഫ് റിലേഷൻഷിപ്പിലായിരിക്കാം നിങ്ങൾ, അതല്ലെങ്കിൽ ലവേഴ്സ് റിലേഷൻഷിപ്പിലായിരിക്കാം, എന്ത് തന്നെയാണെങ്കിലും നിങ്ങൾ തമ്മിലൊരു സോൾമേറ്റ് കണക്ഷനാണ്. നിങ്ങൾ ഈക്വൽ ഗിവ് ആൻഡ് ടേക്ക് നടത്തുന്ന, അതായത് ഇമോഷണൽ വൈസും എല്ലാ രീതിയിലും നിങ്ങൾ ഈക്വലി വളരെ പാഷനേറ്റ് ആയിട്ട് രണ്ടുപേരും പരസ്പരം അത്രത്തോളം സ്നേഹിക്കുന്ന അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. എന്ത് കാര്യത്തിനും സപ്പോർട്ടീവായിട്ട് നിൽക്കുന്ന ഒരാൾ, എല്ലാം ഈക്വലായിട്ട് നിങ്ങൾ വീതിച്ച് നൽകുന്ന ഒരു വ്യക്തിയായിട്ടാണ് നിങ്ങൾ പരസ്പരം, അങ്ങനെയാണ് ഈ ഒരു റിലേഷൻഷിപ്പ് കാണുന്നത്. വളരെ പാഷനേറ്റാണ്, നൈറ്റ് ഓഫ് സോട്ട്സ് ആണ്. എന്തായാലും നിങ്ങൾ ആരെങ്കിലും ഒരാൾ കുറച്ച് വിഷമത്തിലേക്ക് അല്ലെങ്കിൽ കുറച്ച് പുറകിലേക്ക് പോയാലും മറ്റൊരാൾ എന്തായാലും നിങ്ങൾ ചേസ് ചെയ്ത് വരും. നിങ്ങളുടെ പുറകെ ആ ഒരു വ്യക്തി നിങ്ങളെ അന്വേഷിച്ച് തന്നെ വരും. അതായത് ഇട്ട് കളഞ്ഞു പോകുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടല്ല ഇവിടെ കാണുന്നത്. എന്തായാലും നിങ്ങളോട് പാഷനേറ്റായിട്ട് വളരെ സ്നേഹത്തോടെ ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഇവിടെ കാണുന്നുണ്ട്. ആ ഒരു വ്യക്തി അങ്ങനെ തന്നെയാണ് നിങ്ങളെ കാണുന്നത്, നിങ്ങളോട് പെരുമാറുന്നതും. ഒരു പക്ഷേ നിങ്ങളോട് പുറമേ അങ്ങനെ നടിക്കുന്നില്ല, അല്ലെങ്കിൽ അങ്ങനെ ആക്ഷൻ വൈസ് അല്ലെങ്കിൽ ആക്ഷൻ ഓറിയൻറ്റഡ് ആയിട്ടൊന്നും കാണിക്കുന്നില്ലെങ്കിൽ കൂടി തന്നെ മാനസികമായിട്ട് അത്രയും ഡീപ്പായിട്ട് നിങ്ങളിലേക്ക് എപ്പോഴും നിങ്ങളുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഇരിക്കണമെന്നാണ് ആ ഒരു വ്യക്തി എപ്പോഴും ചിന്തിക്കുന്നത്. അപ്പോൾ ഇവിടെ ചില സമയത്തൊക്കെ നിങ്ങൾക്ക് വളരെയധികം സ്ട്രെസ് അനുഭവിക്കുന്നതായിട്ട്, ഈ ഒരു റിലേഷൻഷിപ്പിൽ കുറച്ച് സ്ട്രെസ്സൊക്കെ അനുഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഒരു പക്ഷേ ചില സമയം നിങ്ങളുടെ ഇടയ്ക്ക് ചെറിയ വഴക്കുകളോ സൗന്ദര്യ പിണക്കങ്ങളോ ഒക്കെ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട്. ആസ് യൂഷ്വൽ എല്ലാ റിലേഷൻഷിപ്പിലും ഉള്ളതുപോലൊക്കെ തന്നെയുള്ള ചെറിയ പിണക്കങ്ങളൊക്കെ ആയിട്ട് മാത്രമാണ് ഇവിടെ കാണുന്നത്. അതായത് കൂടുതൽ ഡീപ്പായിട്ടുള്ളൊരു റിലേഷൻ വൈസ് ഒരു തെറ്റിദ്ധാരണ അല്ലെങ്കിൽ ഒരു വഴക്ക് അങ്ങനെയുള്ളൊരു കോൺഫ്ലിക്റ്റിംഗ് എനർജി ആയിട്ട് ഇവിടെ വളരെ കാർമികമായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും നിങ്ങളുടെ റിലേഷൻഷിപ്പിലില്ല. ഉണ്ടെങ്കിൽ തന്നെ ചെറിയ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, പക്ഷെ നിങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ നിങ്ങൾക്ക് കുറച്ച് ആങ്സൈറ്റി, ഉത്കണ്ഠ അല്ലെങ്കിൽ വിഷമം, ചെറിയ കാര്യങ്ങൾക്ക് പോലും നിങ്ങൾ ചിലപ്പം കൂടുതൽ ആദി പിടിക്കുക എന്നൊക്കെ പറയില്ല. അതുപോലെ നിങ്ങൾ അത്രയും ഡീപ്പായിട്ടൊക്കെ വിഷമിക്കുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളതാണ്. കാരണം ഒരു വ്യക്തി ചില സമയത്ത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കുറച്ച് ഇഷ്യൂസൊക്കെ വരുന്നു, മണി വൈസൊക്കെ ഇഷ്യൂസ് വരുന്നുണ്ട്, അല്ലെങ്കിൽ പരസ്പരം സപ്പോർട്ട് ചെയ്യുന്നത് ചില സമയത്തൊക്കെ ഒന്ന് കുറവായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അത് രണ്ടുപേരുടെയും ചില സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വർക്ക് റിലേറ്റഡ് അല്ലെങ്കിൽ അങ്ങനെയുള്ള ജോലി തിരക്കുകൾ അല്ലെങ്കിൽ ജോബ് റിലേറ്റഡ് ആയിട്ടുള്ള തിരക്കുകളും അങ്ങനെയൊക്കെ വരുമ്പോഴാണ് അങ്ങനെ ഒരു എപ്പോഴും ആ ഒരു 100% കെയറിങ് ഒക്കെ നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്താണ് നിൽക്കുന്നത്. പക്ഷേ ചില സമയത്ത് അങ്ങനെ ഒരു ചെറിയൊരു പുറകിലേക്ക് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അതൊരു ടെമ്പററി ആയിട്ട് മാത്രമാണ്, പെർമനൻ്റ് ആയിട്ട് അങ്ങനെ ഈ ഒരു റിലേഷൻഷിപ്പിൽ കാണുന്നില്ല. കാരണം നിങ്ങൾ നല്ല രീതിയിൽ തന്നെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്ത് പോകുന്നതും എന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ 3 ഓഫ് പെൻറ്റക്കിൾ എനർജി വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇവിടെ ഇതൊരു എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള കളക്റ്റീവ് റീഡിംഗ് ആണ്. അപ്പോൾ എല്ലാ പേഴ്സൺസിനും ഒരുപോലെ തന്നെ ഇതിനകത്തുള്ള കാര്യങ്ങൾ എടുക്കണമെന്നില്ല. നിങ്ങളുടെ ലൈഫ് സിറ്റുവേഷനുമായിട്ട് മാച്ച് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ചില സമയത്ത് ഈ ഒരു അകൽച്ച വരുന്നത് തന്നെ നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാമിലിയിലുള്ള തന്നെ ചിലപ്പം വ്യക്തികളായിരിക്കാം. കാരണം ഒരു പക്ഷേ നിങ്ങളുടെ ആ ഒരു കണക്ഷൻ ഡീപ്പായിട്ടുള്ള അല്ലെങ്കിൽ ആ ഒരു സോൾമേറ്റ് പരസ്പരം വളരെ സപ്പോർട്ടോട് കൂടിയിട്ട് വളരെ
സ്നേഹത്തോട് കൂടിയിട്ടൊക്കെ നിങ്ങൾ പെരുമാറുമ്പോൾ നിങ്ങളുടെ ഇടയ്ക്ക് ചിലപ്പോൾ ജലസിയോടൊക്കെ കാണുന്ന നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ വളരെ അസൂയയോട് കാണുന്ന ആൾക്കാരൊക്കെ ഉള്ളതായിട്ട് ഫാമിലിയിൽ തന്നെ ഉള്ളതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അവർ നിങ്ങളുടെ ഇടയ്ക്ക് ഒരു തെറ്റിദ്ധാരണ ചിലപ്പം വരുത്താനൊക്കെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സൗന്ദര്യപ്പിണക്കങ്ങളോ അങ്ങനെയുള്ള ചെറിയ വഴക്കുകളൊക്കെയാണ്. അപ്പോൾ അതൊരു ഡീപ്പായിട്ട് വലിയ രീതിയിലേക്ക് പോകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെ പോകുന്നതായിട്ടൊന്നും ഇവിടെ കാണുന്നില്ല. അതാണ് ഇപ്പോഴത്തെ നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു റിലേഷൻഷിപ്പിൽ നല്ല ഫ്രീഡമൊക്കെ ലഭിക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളുടെ രണ്ട് വ്യക്തികൾക്കും അത്യാവശ്യം ഫ്രീഡം ലഭിക്കുന്നുണ്ട്. പിന്നെ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ, പരസ്പരം നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങൾ. നിങ്ങളുടെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ പരസ്പരം നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻസൊക്കെ നിങ്ങൾ നന്നായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് പരസ്പരം പ്ലാൻ ചെയ്യുന്നതായിട്ടും ആ ഒരു കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ വിശ്വസിക്കുന്നതായിട്ടും, പിന്നെ നിങ്ങൾ നല്ല അബൻഡൻസിൽ, നല്ല പ്രോസ്പെറിറ്റിയിൽ, നല്ല ഫ്യൂച്ചറിലേക്കൊക്കെ നല്ല വെൽ പ്ലാൻഡ് ആയിട്ട് നല്ല രീതിയിൽ പണമൊക്കെ സമ്പാദിച്ച് അതൊക്കെ നല്ല പ്രോപ്പർട്ടീസോ അല്ലെങ്കിൽ അത് കണക്ക് എന്തെങ്കിലും നല്ല വസ്തുക്കളും വകകളും ഒക്കെ ആയിട്ട് കൺവേർട്ട് ചെയ്ത് എല്ലാ സുഖ സൗഭാഗ്യങ്ങളോടും കൂടി ജീവിക്കണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളാണ്. അതുപോലെ തന്നെ ഇവിടെ നിങ്ങളുടെ മെയിൽ ഓർ ഫീമെയിൽ, ഇത് കാണുന്ന സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും നിങ്ങളുടെ പാർട്ട്ണറിന് എല്ലാ സുഖങ്ങളും എല്ലാ രീതിയിലുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളുമൊക്കെ കൊടുത്ത് അവരെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണം എന്നൊക്കെ ആഗ്രഹിക്കുന്ന വ്യക്തികളായിട്ടാണ് പരസ്പരം അങ്ങനെ ഉള്ളൊരു റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത്. അഗെയിൻ നിങ്ങൾ ഫ്യൂച്ചറിന് വേണ്ടി നല്ല രീതിയിൽ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഫാമിലിയിൽ അല്ലെങ്കിൽ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നതായിട്ട് കാണുന്നുണ്ട്. കാരണം നിങ്ങളുടെ ഫാമിലിയിൽ തന്നെ പേഴ്സൺസ് ചിലപ്പോൾ അത് ഇൻ്റർഫിയർ ചെയ്യാനായിട്ട് കാണുന്നുണ്ട്. അപ്പം അത് നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഗ്രോത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ ചില പ്ലാൻസൊക്കെ ചെയ്യുന്നത്. പക്ഷേ നിങ്ങളുടെ ലൈഫ് ഒരു പക്ഷേ നിങ്ങളുടെ പേരൻസ് ആയിരിക്കാം, അതല്ലെങ്കിൽ ഫാമിലിയിൽ തന്നെ വേറെ മറ്റുള്ള ആൾക്കാരായിരിക്കും. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടി നിങ്ങളും നിങ്ങളുടെ പാർട്ട്ണറുമായിട്ടുള്ള ഗ്രോത്തിന് വേണ്ടിയിട്ട്, അതല്ലെങ്കിൽ നിങ്ങളുടെ ലവറുമായിട്ട് നിങ്ങൾ സ്നേഹിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ടുള്ള ഒരു ഗ്രോത്തിന് വേണ്ടിയിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഫാമിലിയിലുള്ള ആൾക്കാരൊക്കെ ഇടപെടുന്നു. അതിനകത്ത് കയറി എന്തെങ്കിലും അഭിപ്രായങ്ങൾ പറയുന്നു, അതല്ലെങ്കിൽ നിങ്ങളെ ഈ ഒരു ഗ്രോത്തിനെ തടയുന്നതായിട്ട് കാണുന്നില്ല, പക്ഷേ എങ്കിലും അവിടെ ഒരു തടസ്സം സൃഷ്ടിക്കാനൊക്കെ നോക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങളുടെ പുറകിൽ നിന്നൊക്കെ അവർ ചിലപ്പോൾ നിങ്ങളറിയാതെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്, അതായത് ഏതെങ്കിലും രീതിയിൽ നിങ്ങളെ പുറകോട്ട് മാറ്റാനായിട്ടോ അല്ലെങ്കിൽ ആ ഒരു പ്ലാനിൽ മുന്നോട്ട് പോകാതിരിക്കാനുള്ള പ്ലാൻസൊക്കെ അവർ ചെയ്യുന്നതായിട്ടോ ഒക്കെ കാണുന്നുണ്ട്. ആ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങൾ തമ്മിൽ പരസ്പരം ചിന്തിച്ച് ആലോചിച്ച് ആ കാര്യത്തിൽ നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള കാര്യമാണ് പ്ലാൻ ചെയ്യുന്നതാണെങ്കിൽ അതുമായിട്ട് മുന്നോട്ട് പോകുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരു പ്ലാൻ എടുക്കുമ്പോൾ ഒരു പ്ലാൻ ആക്ഷനിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടേ മറ്റുള്ളവർ അറിയാൻ പാടുള്ളൂ. അതുവരെ നിങ്ങളുടെ പേഴ്സണുമായിട്ട് മാത്രം അത് ഷെയർ ചെയ്യുക. മറ്റ് പേഴ്സൺസുമായിട്ട്, തേർഡ് പാർട്ടി, മൂന്നാമതൊരു വ്യക്തിയെ അത് അറിയിക്കാതിരിക്കുക. അപ്പോഴാണ് നിങ്ങളുടെ ലൈഫിൽ ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഓക്കെ, ആ ഒരു റിലേഷനും പാഷനേറ്റ് ആയിട്ട് പോകുന്നത് അപ്പോഴാണ്. അതുപോലെ തന്നെ നിങ്ങളോ നിങ്ങളുടെ പാർട്ട്ണറോ വളരെ ചാരിറ്റിയൊക്കെ ചെയ്യുന്ന, അല്ലെങ്കിൽ മറ്റുള്ളവരെയും എല്ലാവരോടും ഒരു സഹാനുഭൂതി, കാരുണ്യം, സ്നേഹമൊക്കെ കരുതുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ അങ്ങനെ തന്നെ ആയിരിക്കുക. അത്യാവശ്യം നിങ്ങൾ ചാരിറ്റി ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു പേഴ്സൺ നിങ്ങളുടെ പേരൻസിനെ നല്ല രീതിയിൽ നോക്കേണ്ടതായിട്ട് കാണുന്നുണ്ട്. അപ്പം ഒരു പക്ഷേ തേർഡ് പാർട്ടി സിറ്റുവേഷൻ വരുന്നത് ഞാൻ പറഞ്ഞു ഫാമിലിയിൽ തന്നെ ആയിരിക്കാം. അപ്പോൾ ആ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് ചിലപ്പോൾ സപ്പോർട്ട് കിട്ടാത്തത് നിങ്ങൾ ഒരു റിലേഷൻഷിപ്പിലാകുമ്പോൾ നിങ്ങളുടെ പാർട്ട്ണറിന് മാത്രമല്ല ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. നിങ്ങളുടെ ഫാമിലിയിൽ നിങ്ങളുടെ പേരൻസിന് അല്ലെങ്കിൽ നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഒരു സമയത്ത് ഉണ്ടായിരുന്ന വ്യക്തികൾക്കൊക്കെ നിങ്ങൾ ആ ഒരു സ്നേഹം കൊടുക്കേണ്ടതാണ്. അപ്പം അതുപോലെ നിങ്ങൾ ചാരിറ്റി ചെയ്യുക. നിങ്ങളുടെ പേരൻസിന് അല്ലെങ്കിൽ ഫാമിലിയിൽ പ്രായം ചെന്നവർക്കൊക്കെ നിങ്ങളാൽ കഴിയുന്ന സഹായം, സ്നേഹം, അത് പണമായിട്ടാണോ അല്ലെങ്കിൽ ഒന്നും അല്ലാതൊരു ഹെൽപ്പായിരിക്കാം, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ഹെൽപ്പോ ഒക്കെ ആയിരിക്കാം, അതല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹം, പരിഗണന ഒക്കെയാണ് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വിട്ടുവീഴ്ചയില്ലാതെ കൊടുക്കാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നൈറ്റ് ഓഫ് കപ്സ് ആണ്. നിങ്ങളുടെ ഈ ഒരു പേഴ്സൺ ഇമോഷണലി ചില സമയത്തൊക്കെ ചില സമയത്ത് ഡിറ്റാച്ച്മെൻ്റൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ അത് ടെമ്പററി ആണ്. കാരണം ആ ഒരു പേഴ്സൺ നിങ്ങളിലേക്ക് തന്നെ എപ്പോഴും നിങ്ങളിലേക്ക് തന്നെയാണ് വരുന്നത്. നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നൈറ്റ് ഓഫ് സോർഡ്സ് ആൻഡ് നൈറ്റ് ഓഫ് കപ്സ് കാണിക്കുന്നത് വളരെ പാഷനേറ്റ് ആയിട്ട് ഇമോഷണലി നിങ്ങളാണ് അവർക്കെല്ലാം. ചില സമയത്ത് അവർ
കുറച്ച് ഫ്ലേർട്ടായിട്ടൊക്കെ കാണിക്കുന്നുണ്ട്. പക്ഷേ എന്തായാലും ഇമോഷണലി നിങ്ങളോട് തന്നെയാണ് അവർക്ക് എല്ലാ സ്നേഹവും സഹാനുഭൂതിയും ഒക്കെയുള്ളത്. ആ ഒരു വൈകാരികമായിട്ടുള്ള അടുപ്പം എല്ലാം നിങ്ങളോട് ഉണ്ട്. അപ്പോൾ നിങ്ങളത് മനസ്സിലാക്കി അതുപോലെ തന്നെ തിരിച്ചു പെരുമാറാനായിട്ട് ശ്രമിക്കുക. അതുപോലെ നിങ്ങൾക്ക് എപ്പോഴും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് എപ്പോഴും എല്ലാ കാര്യത്തിലും ഒരു ജസ്റ്റിസ് തരണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. ഇവിടെ ജസ്റ്റിസ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിളിൽ രണ്ടിലും ഒരു ത്രാസ് കാണാം. അപ്പം നിങ്ങളുടെ അതുപോലെ തന്നെ 2 ഓഫ് കപ്സ് ഇതിനകത്തെല്ലാം ഈക്വലാണ് നിങ്ങളോട്. ഈ ഒരു എന്ത് കാര്യത്തിലാണെങ്കിലും ഇവിടെ 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ഒരു 2 ത്രാസുകൾ വന്നിട്ടുണ്ട്. അപ്പം നിങ്ങളോട് വളരെ സ്നേഹം ആ ഒരു വ്യക്തി ഒട്ടും ആക്ടിങ് ആയിട്ടല്ല ഇവിടെ കാണുന്നത്. വളരെ പാഷനേറ്റായിട്ട് സ്നേഹത്തോട് തന്നെ ഉള്ളിലുള്ളത് എന്താണോ അത് പുറമേ കാണിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ട്, നിങ്ങളുടെ പാർട്ട്ണർ, അതിപ്പം നിങ്ങളുടെ ലവറായിരിക്കാം, ഹസ്ബൻഡ്, വൈഫ്, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വരുന്നുണ്ട് എന്ന് കണ്ടാൽ ആ ഒരു വ്യക്തി ഒന്നും നോക്കാതെ, മുഖം നോക്കാതെ ആക്ഷൻ എടുക്കുന്ന ഒരു വ്യക്തിയാണ്. അതായത് നിങ്ങൾക്ക് പ്രൊട്ടക്ഷനായിട്ട് വരുന്ന ഒരു വ്യക്തിയാണ്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരോട് സംസാരിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ്. അപ്പം നിങ്ങളെ സേഫ് ആക്കി വെക്കണം, അല്ലെങ്കിൽ നിങ്ങളെ അനുകൂലമാക്കി മറ്റുള്ളവരുടെ മുന്നിൽ, നിങ്ങൾക്ക് അനുകൂലമായിട്ട് മറ്റുള്ളവരുടെ മുന്നിൽ ആ ഒരു വ്യക്തി നിങ്ങൾക്ക് വേണ്ടി സംസാരിക്കുന്ന വ്യക്തി കൂടിയാണ്. നിങ്ങൾക്ക് വേണ്ടി എന്ത് നീതിയും ഉറപ്പാക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. അതുപോലെ തന്നെ കിങ് ഓഫ് കപ്സ് ആണ്, ഫുൾ ഓഫ് ഇമോഷനാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് ഫുൾ ഓഫ് ഇമോഷൻ. അഗെയിൻ 2 ഓഫ് കപ്സ്, ഇവിടെ 2 2 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. അത്രയും ഡീപ്പായിട്ടുള്ള കണക്ഷനാണ്, പ്രോമിസിങ് ആയിട്ടുള്ള കണക്ഷനാണ്. ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ളൊരു അത്രയും ഡീപ്പായിട്ടുള്ള അത്രയും ഇമോഷണൽ വൈസ് എന്ത് സിറ്റുവേഷൻ, ലൈഫിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും ഈ ഒരു വ്യക്തി നിങ്ങളെ വിട്ടു പോകില്ല എന്നുള്ളൊരു പ്രോമിസിങ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പാണ്. വളരെ അബൻഡൻസ്, പ്രോസ്പെറിറ്റി ഒക്കെയുള്ള നല്ലൊരു റിലേഷൻഷിപ്പാണ്. ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ ഒരു സോൾമേറ്റ് കണക്ഷനാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൻ്റെ സത്യാവസ്ഥ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പോൾ നിങ്ങൾ ചെറിയ കാര്യത്തിനൊന്നും ആൻസൈറ്റി അല്ലെങ്കിൽ സ്ട്രെസ്സൊക്കെ എടുക്കാതിരിക്കുക. ചില സമയത്ത് അപ്സ് ആൻഡ് ഡൗൺസൊക്കെ വരുന്ന ചെറിയ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങൾ കൂടുതലും നല്ല രീതിയിൽ കമ്മ്യൂണിക്കേഷൻ, ഓഫ് കോഴ്സ് നിങ്ങളുടെ പേഴ്സണുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനുള്ളൊരു വ്യക്തിയാണ്. അപ്പം ചില സമയത്ത് നിങ്ങൾ സൈലൻ്റായി പോകുകയാണെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു പേഴ്സണ് ചിലപ്പം സ്ട്രെസ് റിലേറ്റഡ് അല്ലെങ്കിൽ ജോലി സംബന്ധമായിട്ടോ ഒക്കെ മറ്റ് റെസ്പോൺസിബിലിറ്റീസിൻ്റെ പേരിലൊക്കെ ചിലപ്പം നിങ്ങളിൽ നിന്നും കുറച്ച് ഡിറ്റാച്ച്ഡ് ആയിട്ടൊക്കെ കാണിക്കാം. പക്ഷേ അത് ഒരു ലോങ് ടേമിലേക്കല്ല, നിങ്ങളിലേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് തന്നെയാണ്. ഏറ്റവും വേഗത്തിൽ തന്നെ ആ ഒരു വ്യക്തി നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. ടെമ്പററി ആയിട്ടുള്ള ഒരു ഡിറ്റാച്ച്മെൻ്റൊക്കെ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എപ്പോഴും പ്രോപ്പറാക്കി വയ്ക്കുക. ലൈക്ക് 2 ഓഫ് കപ്സ്, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, വളരെ പ്രോമിസിങ് ആയിട്ടുള്ള, വളരെ സോൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പാണ്. അപ്പോൾ ഇതിൽ പോസിറ്റീവായിട്ടുള്ള എനർജി ക്ലെയിം ചെയ്യുക. ഓക്കെ ഡിയേഴ്സ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് പേഴ്സണൽ ട്രേഡിംഗ് ആവശ്യമാണെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യാവുന്നതാണ്. റിലേഷൻഷിപ്പ്, മാരേജ്, ബിസിനസ്, കരിയർ, സ്റ്റഡീസ്, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും, അതുപോലെ തന്നെ പാസ്റ്റ് ലൈഫ്, ഫ്യൂച്ചർ, എന്ത് കാര്യത്തിന് വേണ്ടിയിട്ടും ടാറോ ഗൈഡൻസ് ലഭിക്കുന്നതാണ്. ഓക്കെ ഡിയേഴ്സ്, അപ്പോൾ താങ്ക് യു സോ മച്ച്. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണേ. താങ്ക് യു.